എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ്. മോഹൻലാലിനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ ഏറെയുണ്ട്. അത്രയും മനോഹരമായ കഥാപാത്രങ്ങൾ, അനശ്വരമായ കഥാപാത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട മോഹൻലാലിനെ തേടി ഈ പുരസ്കാരം എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷമാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ഇപ്പോൾ ക്രൗൺ പ്ലാസയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു കേക്ക് മുറിച്ചുള്ള ആഘോഷത്തിലേക്ക് അവിടെ കടക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് മോഹൻലാൽ എന്നത് അഭിനയത്തിൻ്റെ പൂർണ്ണതയാണ്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന് ആ പുരസ്കാരം, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്തുന്നു. അത് മോഹൻലാലിൻ്റെ കൈകളിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പരമോന്നതമായ ബഹുമതി അദ്ദേഹത്തെ തേടി എത്തുന്നത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കലാരംഗത്തെ പ്രമുഖർ, അങ്ങനെ എല്ലാവരും, ആരാധകരൊക്കെ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് സന്ദേശങ്ങൾ അയക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അഭിനയത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ സമ്പൂർണ്ണത കൈവരിച്ച മഹാനടനാണ് അത് മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരും തലമുറയ്ക്ക് ഈ അംഗീകാരം പ്രചോദനമാകട്ടെ എന്നുള്ള കാര്യമാണ് മോഹൻലാൽ ആരാധകരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും സന്തോഷകരമായ നിമിഷമാണ്. അഭിനയത്തിൽ മാത്രമല്ല, സംവിധാനത്തിൻ്റെ തലത്തിലേക്ക് അദ്ദേഹം കടക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് അനശ്വര കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും മികച്ച, മലയാളം കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ, അദ്ദേഹത്തെ തേടി തന്നെ ഈ പുരസ്കാരം എത്തുന്നു എന്നുള്ളത് അത്രയും സന്തോഷകരമായ കാര്യമാണ്. ഒരുപാട് മഹാരഥന്മാർക്ക് ലഭിച്ച പുരസ്കാരം അത് മോഹൻലാലിനെ തേടിയും എത്തുകയാണ്. അഭിനയത്തിൽ മാത്രമല്ല, സംവിധാനത്തിൽ, അതുപോലെ സിനിമാ നിർമ്മാണത്തിൽ, ആലാപനത്തിലൊക്കെ മോഹൻലാൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ബാറോസ് പോലുള്ള ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കൂടി കടന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും, എല്ലാ മലയാളിക്കും ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കൊച്ചി ക്രൗൺ പ്ലാസയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ പുരസ്കാരം അത് അതിൻ്റെ സന്തോഷം മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം, സിനിമാ പ്രവർത്തകർക്കൊപ്പം, മാധ്യമപ്രവർത്തകർക്കൊപ്പം അദ്ദേഹം പങ്കുവെക്കുകയാണ്. കൊച്ചിയിൽ തിരിച്ചെത്തിയതിനു ശേഷം, ചെന്നൈയിലായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ മോഹൻലാൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് രാവിലെ കൊച്ചിയിൽ തിരിച്ചെത്തി നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോയത്. അമ്മയുമായി ആ സന്തോഷം പങ്കുവച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതിനു ശേഷം ആഘോഷ നിറവിലാണ് മോഹൻലാൽ ഉള്ളത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം, അതിൻ്റെ സഞ്ചാരം, സിനിമയിൽ ഒപ്പം നിന്നവർക്ക്, താങ്ങായി നിന്നവർക്ക്, കൂടെ പ്രവർത്തിച്ചവർക്കൊക്കെ നന്ദി പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഒരു കേക്ക് കട്ടിങ്ങിന് ശേഷം ഈ ആഘോഷം പൂർത്തിയാക്കി മടങ്ങുന്നു. പക്ഷേ ഈ മലയാളിക്ക് ഈ ആഘോഷം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിനെ തേടിയാണ് ഈ പുരസ്കാരം എത്തിയിരിക്കുന്നത്. ഒരുപാട് മഹാരഥന്മാർക്ക് കിട്ടിയ പുരസ്കാരം അത് നമ്മുടെ മോഹൻലാലിനെയും തേടി എത്തിയിരിക്കുകയാണ്. ഈ പുരസ്കാര നേട്ടം വൈകിപ്പോയോ എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായും മലയാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. അതിൻ്റെ ഒരു നിരാശയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഒടുവിൽ അർഹമായ കൈകളിലേക്ക് ആ പുരസ്കാരം എത്തിയിരിക്കുകയാണ്. ജൂറിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി എന്നുള്ളതാണ് മോഹൻലാൽ പുരസ്കാര നേട്ടത്തെക്കുറിച്ച്
വിശദീകരിക്കുന്നത്. തൻ്റെ സിനിമാ യാത്രയിൽ വ്യത്യസ്തമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ, അനശ്വരമായ കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭ എന്ന് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മോഹൻലാലിലേക്കാണ്. മോഹൻലാലിൻ്റെ അഭിനയ വൈഭവവും അഭിനയശേഷിയും ഒന്നും മലയാളികൾക്ക് പ്രത്യേകമായി നമ്മൾ സൂചിപ്പിക്കേണ്ടതില്ല. അത് കണ്ടറിഞ്ഞവരാണ്, അത് ഉൾക്കൊണ്ടവരാണ്, അത് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവരാണ് മലയാളക്കര. മോഹൻലാൽ പ്രതികരിക്കുന്നു വീണ്ടും അതിലേക്ക്. It's a great moment for us. I believe this is one of the greatest moments in my life. I never thought about this. And thank you very much for the jury and for the government to select me. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.